മിശിഹായിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, പ്രിയമക്കളെ, ഈ പ്രഭാതത്തിൽ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 66-ാം അധ്യായം 2-ാമത്തെ വാക്യം നമുക്ക് ധ്യാനിക്കാം. The book of Isaiah, chapter 66, verse 2. ആത്മാവിൽ എളിമയും അനുതാപവും ഉണ്ടായിരിക്കുകയും എന്റെ വചനം ശ്രവിക്കുമ്പോൾ വിറയ്ക്കുകയും ചെയ്യുന്നവനെയാണ് ഞാൻ കടാക്ഷിക്കും. ഒരിക്കലൊരു പന്നി തന്റെ സുഹൃത്തായ അയൽപക്കത്തെ പശുവുമായി സംസാരിക്കുകയായിരുന്നു. പന്നി പറഞ്ഞു, സഹോദരി, നീ എത്ര ഭാഗ്യവതിയാണ്. എല്ലാവരും നിന്നെക്കുറിച്ച് മാത്രം സംസാരിക്കുന്നു. നീ പാലും വെണ്ണയും വീട്ടുകാർക്ക് സമ്മാനിക്കുന്നു. നിന്റെ ചാണകം കർഷകർ വളമായി ഉപയോഗിക്കുന്നു. എന്നാൽ ഞങ്ങൾ പന്നികളും ഇതിനേക്കാൾ ഉപരിയായി പല കാര്യങ്ങളും ചെയ്യുന്നില്ലേ? നോക്കൂ, ഞങ്ങളുടെ മാംസം അച്ചാറാക്കിയും ഉണക്കിയും വറുത്തും ആളുകൾ ഭക്ഷിക്കുന്നുണ്ടല്ലോ. അതവർ തന്നെ സമ്മതിക്കുന്നു. പക്ഷെ എന്നിട്ടും ഞങ്ങളെ അവർ ചെളിക്കുണ്ടിൽ തള്ളുന്നു. ഏതോ നികൃഷ്ട ജീവിയോടെന്ന വണ്ണം പന്നി എന്ന് വിളിച്ച് അധിക്ഷേപിച്ച് സംസാരിക്കുകയും ചെയ്യുന്നു. പശു തന്റെ സ്നേഹിതയായ പന്നിയുടെ പരാതിയെല്ലാം സശ്രദ്ധം കേട്ടു. ഒടുവിൽ ചുരുക്കി അവൾ അതിന് മറുപടി പറഞ്ഞു, നീ പറഞ്ഞത് ശരിയാണ് കൂട്ടുകാരി. ഞങ്ങൾ പശുക്കൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ആളുകൾക്ക് ഉപകാരം ചെയ്യുന്നു. ഉപകാരം ചെയ്തവൻ അത് പ്രഘോഷിക്കാതിരിക്കുക, എന്നാൽ ഉപകാരം സ്വീകരിച്ചവൻ അത് ഉദ്ഘോഷിക്കട്ടെ. അതാണ് കരണീയമായിട്ടുള്ളത്. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും നിങ്ങളെല്ലാവരോടും കൂടി ധാരാളമായിട്ടുണ്ടായിരിക്കട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും.